സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനേന്തിലേക്ക് സ്വാഗതം. ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും. സദൃശവാക്യം 1:5 സദൃശവാക്യങ്ങൾ എന്ന പുസ്തകത്തിലൂടെ ശലോമോൻ രാജാവ് നിരവധി വിഷയങ്ങളുള്ള ജ്ഞാനവചനങ്ങൾ അവതരിപ്പിക്കുകയാണ്. എന്നാൽ അതിനിടെ തന്നെ ഈ നിർദ്ദേശവും അദ്ദേഹം വയ്ക്കുന്നു: ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും ആകുന്നു. ഇവ ഉതകുന്ന സദൃശവാക്യം ഇതുപോലെ അപ്പോസ്തലനായ പൗലോസും പറഞ്ഞത് ദശാബ്ദങ്ങൾ കർത്താവിനെ അനുകരിച്ച് ജീവിച്ചിട്ട് പിന്നെയും ക്രിസ്തുവിനെ അറിയാനുള്ള ഉദ്യമത്തിലാണ് താൻ. ഫിലിപ്പിയർ 3:10 ജ്ഞാനിയാണെങ്കിലും ശ്രദ്ധിക്കുകയും പഠിക്കുകയും വളരുകയും ചെയ്യണമെന്ന് ശലോമോൻ ആഹ്വാനം ചെയ്യുന്നു. തിരുത്തപ്പെടാൻ മനസ്സുള്ളവരെ മറ്റുള്ളവർക്ക് വേദനിപ്പാൻ കഴിയില്ല. വിശ്വാസ കാര്യങ്ങളും ജീവിത വിഷയങ്ങളും ഇനിയും പഠിപ്പാനും വളരുവാനും, മനസ്സ് വിശ്വാസ കാര്യങ്ങളും ജീവിത വിഷയങ്ങളും ഇനിയും പഠിപ്പാനും വളരുവാനും മനസ്സ് കാണിക്കുന്നത് സത്യങ്ങളിലേക്ക് നമ്മെ നയിപ്പാൻ വിശുദ്ധാത്മാവിനെ അനുഭവിക്കുകയാണ്. സുവിശേഷം 16:11 അതുവഴി നല്ലവനും വലിയവനുമായ നമ്മുടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കൂടുതൽ ഗ്രഹിക്കുവാനാകും. ആത്മീയ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് നിങ്ങൾ വിരസതയും ഓടിപ്പും അനുഭവിക്കുന്നത്? ഇപ്പോഴുള്ളതിനേക്കാൾ വളർച്ച പ്രാപിക്കുന്നതിനായി ദൈവത്തിൻ്റെ പഠിപ്പിക്കലിനെ എങ്ങനെയാണ് കൂടുതൽ വിധേയരാകുക? പ്രാർത്ഥിപ്പാൻ. സ്നേഹവാനായ ദൈവമേ, ജീവിതത്തെക്കുറിച്ചും അങ്ങയെക്കുറിച്ചും ഇനിയും ധാരാളമായി പഠിപ്പാനുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തണമേ. യേശുവിൻ്റെ പരിജ്ഞാനത്തിലും കൃപയിലും നിരന്തരമായി വളർച്ച പ്രാപിക്കാൻ ആവശ്യമായ താഴ്മയും പഠിപ്പാനുള്ള മനസ്സും എനിക്ക് നൽകണമേ. താങ്ക് യു ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.